My precious children of God, I welcome all of you to this program and greet each one of you in the name of our Lord and Savior Jesus Christ. പ്രിയ സുഹൃത്തുക്കളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച വന്ദനം പറയുന്നു. There are 9 fruits of the Holy Spirit which we read about it in Galatians chapter 5 verses 22 and 23. ഗലാത്യർ 5-ാം അധ്യായം 22-ലും 23-ലും പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. Today we are going to see the 6th fruit of the Holy Spirit, goodness. പരിശുദ്ധാത്മാവിന്റെ 6ാമത്തെ ഫലമായ നന്മയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. When we can be filled with this fruit of the Holy Spirit? എപ്പോഴാണ് നമുക്ക് നന്മയുടെ ഫലത്താൽ നിറയാൻ സാധിക്കുക? It doesn't come to each and everyone. അത് എല്ലാവരിലും പ്രവേശിക്കാൻ പോകുന്നില്ല. Those who want to have the fullness of the power of God and the presence of God all the time, only such people will receive this gift. ദൈവശക്തി മുഴുവനായി ലഭിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രതിഫലം നേടുവാൻ സാധിക്കൂ. In this world, every day we have to seek the presence of God. ഈ ലോകത്ത് ദിവസവും നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. To have the presence of God, what we have to do? ദൈവസാന്നിധ്യം ഉണ്ടാകാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? We have to read the word of God. നാം ദൈവവചനം വായിക്കണം. And spend time in prayer. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയും വേണം. We have to talk to God and speak to Him every time. നാം എല്ലായ്പ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. Then only we will be united with Him. അപ്പോഴേ നമുക്ക് ദൈവവുമായി ചേരാൻ സാധിക്കൂ. Hallelujah. ഹല്ലേലൂയ. Lord Jesus will be pleased with us and He will be with us all the time. കർത്താവായ യേശു നമ്മിൽ സന്തോഷിക്കും, സദാകാലം നമ്മോടൊത്തുണ്ടാവും. Then we can feel the presence of God also all the time. അപ്പോൾ നമുക്ക് എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാനും സാധിക്കും. That is the true Christian life. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. Nowadays people are cheating themselves by not reading the word of God, not speaking to the Lord, not spending with the presence of God, not seeking the Lord themselves. They say, I am a Christian. ഇക്കാലത്ത് ജനങ്ങൾ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാതെയും ദൈവത്തോട് സംസാരിക്കാതെയും ബൈബിൾ വായിക്കാതെയും ദൈവസാന്നിധ്യം അന്വേഷിക്കാതെയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് സ്വയം കബളിപ്പിക്കുന്നു. My precious friends, I beg of you to spend time with the Lord. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാൻ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. Early morning is the best time to seek the Lord. ദൈവത്തെ അന്വേഷിക്കാൻ അതിരാവിലെയാണ് ശരിയായ സമയം. The Lord in His grace taught me to get up at 4:30 and to speak to Him and to read His word and to spend in His presence. കർത്താവ് എന്നെ 4:30 മണിക്ക് എഴുന്നേൽക്കാനും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ സമയം ചിലവാക്കാനും കൃപയോടെ പഠിപ്പിച്ചിരിക്കുന്നു. Do the same thing. നിങ്ങളും അങ്ങനെ ചെയ്യൂ. After 6 or 7 people will be coming and you'll have a lot of noises and disturbances. 6 മണിക്ക് ശേഷം ചിലരൊക്കെ വരും, ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. You can feel the presence of God in a different way. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവിക്കാൻ സാധിക്കും. Likewise, when we seek Him with all our hearts, with all our mind, automatically we can see the presence of God. ഇങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടി അന്വേഷിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഓട്ടോമാറ്റിക്കായി നമുക്കറിയാനാകും. The Lord will be pleased to be with us. ദൈവം നമ്മോടൊത്തിരിക്കാൻ ഇഷ്ടപ്പെടും. You can hear His voice. ദൈവത്തിന്റെ സ്വരം നാം കേൾക്കും. He will guide us and lead us for every single thing. ഓരോ കാര്യത്തിനും ദൈവം നമുക്ക് വഴി കാണിച്ച് നമ്മെ നടത്തും. When I lost my husband, I was so unhappy. ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ അസന്തുഷ്ടയായിരുന്നു. I never knew what to do. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. That time the Holy Spirit, as a man, as a woman, He talked to me. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പുരുഷനായും സ്ത്രീയായും എന്നോട് സംസാരിച്ചു. And instructed me to do this, to do that. അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് എനിക്ക് നിർദ്ദേശം തന്നു. Through that I was strengthened in the Lord. അതിലൂടെ ഞാൻ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. The one who was crying all the time stopped crying and looked upon the face of Jesus. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കരച്ചിൽ നിർത്തി ദൈവത്തിങ്കലേക്ക് നോക്കി. Do the same thing every day. ദിവസവും നിങ്ങളും ഇത് ചെയ്യൂ. Unless we seek Him like that, we cannot receive any blessings from the Lord. നാം ദൈവത്തെ ഇതുപോലെ അന്വേഷിച്ചാൽ അല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം ലഭ്യമാക്കാൻ സാധിക്കില്ല. Especially if you want to receive the spiritual gifts, spiritual fruits of the Holy Spirit, you have to spend as much time as possible in the presence of God.
പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഫലവും ദാനങ്ങളും ലഭിക്കണമെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത്ര സമയം ദൈവസന്നിധിയിൽ ചിലവാക്കൂ. If we seek Him like that, what will happen? ദൈവത്തെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്താണ് The സംഭവിക്കുക? life of Lord Jesus Christ is a perfect example to all of us. യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും തികഞ്ഞ ഉദാഹരണമാണ്. What did He do to receive all God's abundant blessings? ദൈവത്തിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ നേടാൻ യേശു എന്താണ് ചെയ്തത്? If you read Acts 10:38, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തികൾ 10:38 വായിച്ചാൽ there we read like this: അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. God anointed Jesus of Nazareth with the Holy Ghost and with power. Then He went about doing good and healing all who were oppressed by the devil, for God was with Him. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. In the same way, if we read the life of disciples also, they were also filled with the power of God before they were used mightily for the glory of God. ഇതുപോലെ തന്നെ ശിഷ്യന്മാരുടെ കാര്യത്തിലും ദൈവം അവരെ അതിശക്തമായി ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരുന്നു. In the book of Acts of the Apostles, 2nd chapter, if you read, all about how they were close to Jesus Christ and how God Almighty used them also for the power of God. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിച്ചാൽ ശിഷ്യന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിനോട് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു എന്ന് കാണാം. Used them also for the glory of God. ദൈവം തന്റെ മഹത്വത്തിനായി അവരെ ഉപയോഗിച്ചു. When John and Peter received the power of God, that we read in the 2nd chapter of Acts of the Apostles, യോഹന്നാനും പത്രോസും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേടിയതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുമ്പോഴും, and in the next chapter, that is Acts of the Apostles 3rd chapter, അപ്പോസ്തല പ്രവൃത്തികൾ അടുത്ത അധ്യായം 3-ാം അധ്യായം വായിക്കുമ്പോൾ how the goodness of God was revealed through them to a lame man. ദൈവത്തിന്റെ നന്മ അവരിലൂടെ എങ്ങനെയാണ് ഒരു മുടന്തന് ലഭിച്ചതെന്നറിയാൻ സാധിക്കും. He was nearly 40 years old. അവന് 40 വയസ്സുണ്ടായിരുന്നു. Even from his birth, he was a lame man. ജനനം മുതൽ അവൻ മുടന്തനായിരുന്നു. He was just begging the people for money. അവൻ ജനങ്ങളോട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നു. So he all the time begging the people, and he has to fill his life with that money only. ജീവിതകാലം മുഴുവൻ അവൻ ഭിക്ഷ യാചിച്ച് ആ പണം കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. The Lord took these people, John and Peter, after receiving the power of God, to this man. യോഹന്നാനും പത്രോസും പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചതിനു ശേഷം ഈ മനുഷ്യനോടാണ് ദയ കാണിച്ചത്. And when they saw that man, the power of God filled their lives. അവർ അവനെ കണ്ടപ്പോൾ ദൈവിക ശക്തി അവരിൽ നിറഞ്ഞു കവിഞ്ഞു. And through their love which came out of their mouth and out of their life, through the power of God, healed that man. അവരുടെ വായിൽ നിന്നും വന്ന വാക്കുകളും ദൈവത്തിന്റെ ശക്തിയും ആ മുടന്തനെ സൗഖ്യമാക്കി. Through the Holy Spirit, he was delivered completely. പരിശുദ്ധാത്മാവിനാൽ അവൻ മുഴുവനായി വിടുവിക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. Yes, my friends, when you are filled with the power of God, the goodness of God, the beautiful fruit of the Spirit will work through you. അതേ സുഹൃത്തുക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലം നിങ്ങളിലൂടെ പ്രവർത്തിക്കും. People are crying and suffering because of various problems in their lives, will receive blessings from God. പലതരം പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം അനുഭവിച്ചറിയാനാകും. That's why we should receive this great gifts. അതുകൊണ്ട് ഈ മഹത്തായ വരങ്ങൾ നാം നേടണം. Rather, fruits of the Holy Spirit. അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. If you read 1 John chapter 4 verse 17, നിങ്ങൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ, that verse says, as he is, so are we in this world. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു എന്ന് പറയുന്നു. And the Lord was filled with His goodness, and He was used mightily to deliver so many thousands and thousands of people. യേശു നന്മകളാൽ നിറഞ്ഞവനായിരുന്നു. അനേകായിരം ജനങ്ങളെ വിടുവിക്കാൻ യേശുവിനെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചു. So we will also wait at the feet of God and receive the power of God.
അതുകൊണ്ട് നാമും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനെ നേടണം. Unless you are filled with the power of God, the Holy Spirit, without measure, you cannot be used like that. ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ തികഞ്ഞ അളവിൽ നേടിയാലേ ദൈവത്തിന് നിങ്ങളെയും അതുപോലെ ഉപയോഗിക്കാനാവൂ. So the word of God says, ask and it shall be given. ദൈവവചനം പറയുന്നു, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും. Luke 11:13 also says the same thing. ലൂക്കോസ് 11:30 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, Ask and it shall be given to you. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും. God has no partiality. ദൈവത്തിന് പക്ഷപാതമില്ല. Ephesians 6:9, എഫേസ്യർ 6:9, Deuteronomy 10:17, ആവർത്തന പുസ്തകം 10:17, Acts 10:34, അപ്പോസ്തല പ്രവൃത്തി 10:34, and Galatians 3:6. ഗലാത്യർ 3:6. In all these verses we see that God has no partiality. ഈ വചനങ്ങളിലെല്ലാം ദൈവത്തിന് പക്ഷപാതമില്ലെന്ന് എഴുതിയിരിക്കുന്നു. And how will be used when you are filled with this fruit of the Holy Spirit goodness? പരിശുദ്ധാത്മാവിന്റെ നന്മ എന്ന ഫലം നേടിയാൽ നാം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? As Peter and John were used mightily when they saw that man who needed the Holy Spirit. പത്രോസും യോഹന്നാനും പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ള മുടന്തനെ കണ്ടപ്പോൾ ശക്തമായി അവർ ഉപയോഗിക്കപ്പെട്ടു. This divine fruit of the Holy Spirit flowed from their lives. പരിശുദ്ധാത്മാവിന്റെ ഈ ദൈവിക ഫലം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകി. And gift of the Holy Spirit started moving. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം ചലിക്കാൻ തുടങ്ങി. Both joined together filled that man's life. രണ്ടുപേരും ചേർന്ന മുടന്തന്റെ ജീവിതത്തെ നിറച്ചു. And through that he got relief. അവരിലൂടെ അവൻ സൗഖ്യം പ്രാപിച്ചു. Complete deliverance. പരിപൂർണ വിമോചനം. 40 years he was a lame man. 40 വർഷം അവൻ മുടന്തനായിരുന്നു. But now because of the goodness of the Holy Spirit and the power of the Holy Spirit, he jumped up and he was delivered completely. പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നന്മയാലും ശക്തിയാലും അവൻ ചാടി എഴുന്നേറ്റ് പൂർണ്ണമായി വിമോചിതനായി. Yes, my friends, you can also be used like that. അതേ സുഹൃത്തുക്കളെ, നിങ്ങളും ഇതുപോലെ ഉപയോഗമുള്ളവരാകും. First we have to be filled with the power of God. അതിനാദ്യം ദൈവിക ശക്തിയാൽ നിറയണം. And at the right time this fruit goodness will be seen in you. തക്ക സമയത്ത് നന്മ എന്ന ഈ ഫലം നിങ്ങളിൽ കണ്ടു തുടങ്ങും. May the Lord help you to receive this goodness, the gift, and shine for the glory of God. നന്മ എന്ന ഫലം ലഭിക്കുവാനും ദൈവമഹത്വത്തിനായി പ്രകാശിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.